ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രേണുസുധിയുടെ കുറെ കാമലീലകളാണ് പിന്നെ ഇപ്പൊ ഇറങ്ങി വന്നിരിക്കുന്നത്. ശരിക്കും ഈ സ്ത്രീക്ക് എന്തിന്റെ അസുഖമാണ് എന്നറിയില്ല. ഇപ്പൊ പ്രേമിക്കുന്ന ആളുണ്ട്, ഇപ്പൊ അയാൾ പറഞ്ഞ കാര്യങ്ങളും അവരുടേതായ രീതികളെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ പ്രേമിക്കുന്ന ആള് പറയാണത്രേ, എനിക്ക് ആരാധനയാണ് നിങ്ങളോട്. എന്ത് കണ്ടിട്ട് ആരാധന? വയറ് കണ്ടിട്ടോ, മുല കണ്ടിട്ടോ, അത് അപ്പം കണ്ടിട്ടോ, കാല് കണ്ടിട്ടോ, പൊക്കിള് കണ്ടിട്ടോ, എന്ത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് ആരാധന? ഞാൻ ആ വ്യക്തിയോടാണ് ചോദിക്കുന്നത് കേട്ടാ. കാരണം അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഞാൻ വളരെ ബോൾഡ് ആണല്ലോ. എന്ത് കാര്യം കേട്ടാലും ബോൾഡായി നിൽക്കുക. എവിടെ ബോൾഡായി നിൽക്കുന്നേ? നിങ്ങൾ അവരെയൊക്കെ പച്ചക്കറിയാണ് വിളിക്കുന്നത്, അതിന് ബോൾഡ് എന്ന് പറയാൻ പറ്റില്ല. കേട്ടല്ലോ. എന്നേക്കാൾ ഇളയ ഒരാളാണ് ഇപ്പൊ ഞാൻ പ്രേമിക്കുന്നത് കേട്ടോ. പട്ടാളം UK അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? പക്ഷെ അതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ ആൾക്കാർ അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ ആറാട്ടണ്ണൻ ഈ രേണുസുധിയെ ആരെ കെട്ടിയാലും ഞാൻ രേണുസുധിയെ കെട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രേണുസുധി കണ്ടുട്ടോ. ഒന്നിനും സമയമില്ലാത്ത വ്യക്തിയാണ് നമ്മുടെ രേണുസുധി. എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒന്നും കാണാറില്ല, ഒരു വീഡിയോസും കാണാറില്ല. പക്ഷെ എല്ലാ വീഡിയോസിന്റെ ഉള്ളടക്കം പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരും തെറി വിളിക്കാൻ രേണുസുധിക്ക് അറിയാം. അപ്പൊ ഒന്നും കാണാത്ത ആൾ എങ്ങനെയാണ് ഈ തെറി വിളിക്കുന്നത്? സമയമില്ലാത്ത ആള് സ്വന്തം മകന് ഒരുത്തിരി കഞ്ഞി വെച്ചു കൊടുക്കാൻ പോലും അറിയില്ല, സമയമില്ല. ആകെ 2 ഡേ ആണ് എനിക്ക് ആകെ കൂടി റെസ്റ്റ് ഉള്ളത് എന്ന് പറഞ്ഞ വ്യക്തി ഈ വീഡിയോസ് ഒക്കെ കണ്ടതിനൊക്കെ മറുപടി കൊടുത്ത് മറ്റുള്ളവരെ തെറി വിളിക്കാനും ഒക്കെ സമയമുണ്ട്. നമുക്ക് ആ വോയിസ് ഒക്കെ ഒന്ന് കേട്ടിട്ട് വരാട്ടോ. എന്റെ ഫാനാന്നാ പറയുന്നത്. അങ്ങനെ ഫ്രണ്ട്സ് ആണ്. ആരാധന തോന്നാൻ എന്താ കാരണം? ആൾക്ക് ആരാധനയാണ്. എന്താണ് തോന്നാൻ കാരണം ആൾക്കല്ലേ അറിയത്തുള്ളൂ. ചോദിച്ചിട്ടില്ല. ആള് പറയുന്നത് ഇങ്ങനെ ഭയങ്കര എല്ലാത്തിനും ഇങ്ങനെ എന്ത് നെഗറ്റീവ് വന്നാലും രേണു ഇങ്ങനെ ഭയങ്കര ഇതായിട്ടാ കാണുന്നത്. 2-3 വയസ്സിന് ഇളയതാണ്. ഓക്കെ, UK പോയെന്നാണ്. എനിക്ക് UK ആരും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ? അല്ല, അങ്ങനെയാണല്ലോ പറയുന്നത്. UK ഉണ്ടെന്നല്ലേ മീഡിയ തന്നെയല്ലേ പറഞ്ഞ, ആൾക്കാർ തന്നെയല്ലേ പറയുന്നത്. ഈ ആൾക്കാർ തന്നെയാണ് പട്ടാളത്തിന്റെ കാര്യം പറഞ്ഞത്. പട്ടാളം ആളുള്ളതാണ്. ഇപ്പൊ ചേച്ചി വിവാഹത്തിന്റെ കാര്യം പറഞ്ഞതിന് ശേഷമാണ് ആറാട്ടെണ്ണം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെ കല്യാണം കഴിച്ചാലും രേണുവിനെ പോലെ ഒരു വ്യക്തി ഞാൻ കല്യാണം കഴിക്കുക. അങ്ങനെയല്ല സംഭവം, ഇത് അങ്ങനല്ല. നിങ്ങൾക്ക് അത് തെറ്റിയതാണ്. ആറാട്ടണ്ണൻ ഇങ്ങനെ കിടന്നുകൊണ്ട് ഓരോരുത്തരുടെ പേര് പറയത്തില്ല. അപ്പൊ ഞാൻ ചുമ്മാ ജസ്റ്റ് നോക്കുമ്പോൾ ആറാട്ടണ്ണൻ ഒരു പോസ്റ്റ് കണ്ട് എനിക്ക് രേണുസുധിയെ കല്യാണം കഴിക്കത്തില്ല, താല്പര്യമില്ല. അപ്പൊ ഞാൻ അതിനെതിരെ റിപ്ലൈ ആണ് ഞാൻ കൊടുത്തത്. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ കിടന്നിട്ട് ആരെ കെട്ടിയാലും ആറാട്ടണ്ണനെ കെട്ടത്തില്ല, ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്ര വലിയ വിവാദം അങ്ങനെയായിരുന്നു. ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ തിരിച്ചങ്ങോട്ടോട്ട് റിപ്ലൈ കൊടുത്തു. അതെ അതെ, ആറാട്ടണനൊക്കെ എന്തിനാണ് രേണു? നമുക്ക് അതൊന്നും വേണ്ട. ഇപ്പൊ ഉണ്ടല്ലോ, ഓൾറെഡി ഒരാളുണ്ടല്ലോ അല്ലെ, UK പോയി, പട്ടാളക്കാരൻ പോയി, 21 വയസ്സുകാരൻ പോയി, എന്തൊക്കെയോ ആരൊക്കെയോ പോയി. ഇപ്പൊ ഒരു കൂട്ട് വേണമെന്ന് തോന്നി തുടങ്ങിപ്പോലും ഒറ്റയ്ക്ക് തുഴഞ്ഞു മടുത്തു. ഈ മുതുക്കി തള്ളയുടെ കല്യാണ വിവരം കേട്ട് നാട്ടുകാർക്ക് മടുത്തു പോയിട്ടുണ്ട്. എന്നും കല്യാണം, എന്നും കല്യാണം. UK പട്ടാളക്കാരൻ, 21 വയസ്സുകാരൻ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഇങ്ങനെ എത്രയും പെട്ടെന്ന് ആരാണോ പ്രേമിക്കുന്നത് ആ വ്യക്തി ഒന്ന് കല്യാണം കഴിച്ചു പോകും. അതിനൊരു തടസ്സം ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ ഇൻഷുറൻസ് തുക കിട്ടണ്ടേ സുധിച്ചേട്ടന്റെ? എന്നാലല്ലേ, അല്ലെങ്കിൽ വേറെ കല്യാണം കഴിഞ്ഞ് പോയാൽ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ? അതാണല്ലേ ഇത്രയും. വെറുതെ അല്ല ഇങ്ങനെ പ്രാന്തളക്കി നടക്കുന്നത്. ഒച്ചോ, അത് ഞാൻ ആലോചിച്ചില്ല കേട്ടോ. ആ വോയിസ് നമുക്ക് കേട്ടിട്ട് വരാം. ഞാൻ ഇപ്പം സത്യം പറഞ്ഞ ആ ഒരു മാനസികാവസ്ഥയിലല്ല. സത്യമായിട്ട് ഒരു കൂട്ട് വേണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒറ്റയ്ക്ക് മടുത്തടേ, ഒറ്റയ്ക്ക് തുഴയാൻ വയ്യ. പക്ഷെ ഞാൻ ഉടനെ കല്യാണം കഴിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. വേറൊരു കമന്റ് കൂടെ വന്നു, അങ്ങനെ ഒരാൾ വന്നാൽ ചേച്ചിക്ക് ഇപ്പൊ കിട്ടുന്ന ഫ്രീഡം കിട്ടത്തില്ല എന്നുള്ള കമന്റ് കൂടെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പൊ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതി, സുധിച്ചേട്ടൻ ജോലി ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. മനസ്സിലായോ? അല്ലാതെ ഞാൻ ഈ സെലിബ്രിറ്റി ആകാൻ വേണ്ടിയിട്ട് വന്നൊരാളല്ല. ഒരു ഒഴുക്കിനനുസരിച്ച് ഞാൻ എന്തും പറയുന്നത്, അത് ഒഴുക്കിനനുസരിച്ച് വന്നതാണ്. എന്തായാലും സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ല, വീട്ടിൽ ഇരുന്നേനെ. ഏട്ടൻ്റെ അകാല വിയോഗത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത് ഈ ഒരു അവസരം. കുഞ്ഞിലെ തൊട്ടേ ഞാൻ ഡാൻസും പാട്ടും ചെറിയ അഭിനയമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അതായിരുന്നു. അത് നിങ്ങൾക്ക് ആർക്കും അല്ലെങ്കിൽ പുറമെ ഉള്ളവർക്ക് ആർക്കും അറിയത്തില്ല.
അച്ചോടാ, എന്താണ് ഈ ഫ്രീഡം എന്ന് അറിയത്തില്ല. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നാട്ടുകാരെ? ഈ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കത് അറിയത്തില്ല. കല്യാണം കഴിഞ്ഞാൽ ഫ്രീഡം നഷ്ടപ്പെടും പോലും. അതായത് സുധിച്ചേട്ടനായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫ്രീഡം നഷ്ടപ്പെട്ട് വീട്ടിലിരിപ്പായിരുന്നു. അന്ന് ഡാൻസും പാട്ടൊക്കെ ഉള്ള ആളായിരുന്നു ട്ടോ ഞാന്. പക്ഷെ സുധിച്ചേട്ടന്റെ അകാല വിയോഗം കാരണം, മരണം കാരണം ഞാൻ പുറത്തിറങ്ങേണ്ടി വന്നു. ജോലി ചെയ്ത് മറ്റത് സുധിച്ചേട്ടൻ കൊണ്ടുവരാറുണ്ടായിരുന്നു ട്ടോ. അതൊക്കെ ഞങ്ങൾ നന്നായി കേട്ടിരുന്നു ട്ടോ. ഞങ്ങൾ കേട്ടിരുന്നു ഈ രേണുവും അതുപോലെ സുധിച്ചേട്ടനൊക്കെ കൂടി ഭീഷണിപ്പെടുത്തുന്നത്. 6,000 രൂപ തന്നില്ലെങ്കിൽ 10,000 രൂപ തന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് വിവരം അറിയും. പിന്നെ രേണു പിച്ചക്കാരിയെ പോലെ തെണ്ടുന്ന് ഞങ്ങൾ കേട്ടിരുന്നു. അയ്യോ എൻ്റെ കുട്ടിക്ക് ബിസ്ക്കറ്റ് മേടിക്കാൻ പോലും കാശില്ല, ഒരു 6,000 രൂപ 10,000 രൂപ അയച്ചു തരൂ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വോയിസുകൾ ഒരുപാട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോ സുധിച്ചേട്ടൻ പൈസ ഒരുപാട് കിട്ടിയിരുന്നു അല്ലേ? അങ്ങനെയൊക്കെ കിട്ടിയിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യകത വന്നിരുന്നില്ല. ഇപ്പോഴും കിട്ടുന്നുണ്ടല്ലോ, ഇഷ്ടപ്രകാരം കിട്ടുന്നുണ്ടല്ലോ. വെറുതെ വെറുതെ ഡയമണ്ട് നെക്ലേസും ഡയമണ്ട് മോതിരങ്ങളൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇതൊന്നും കിട്ടുന്നില്ല. അപ്പൊ പിന്നെ എന്താ, സ്റ്റാർ ആയിക്കൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ തൊഴിലുറപ്പിന് പോയിക്കൂടെന്ന് ആൾക്കാർ ചോദിക്കുന്നു. എന്തിനാ ഞാൻ തൊഴിലുറപ്പിന് പോണം? എനിക്ക് അതിനുള്ള ആരോഗ്യം വേണ്ടേ? തൊഴിലുറപ്പിന് പോകാൻ എനിക്ക് പറ്റത്തില്ല, അതിനുള്ള ആരോഗ്യമില്ല. ഞാൻ നല്ല ഭംഗിയില് വൃത്തിയില് പല്ലും ശരിയാക്കി മുഖവും ശരിയാക്കി വെളുപ്പിച്ച് നടക്കുമ്പോ ഈ വെയിൽ കൊള്ളാൻ എനിക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് പകരം ഞാൻ എന്ത് പറയും? എനിക്ക് ആരോഗ്യമില്ല എന്ന് പറയും. എന്തേ ആരോഗ്യമില്ലാത്തെ? ഒരു സ്ത്രീയല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് നാണമില്ലേ? എത്ര വയസ്സായ അമ്മമാരാണ് തൊഴിലുറപ്പിന് പോണം. തൊഴിലുറപ്പിന് പോവാൻ ആരോഗ്യമില്ല പോലും. പോവാൻ മനസ്സിലാന്നിട്ട് പറയേ. മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞോട്ടെ നിങ്ങൾക്ക്. എല്ലാവർക്കും അവരുടേതായ ആരോഗ്യമുണ്ട്. തുള്ളിച്ചാടാൻ നല്ല ആരോഗ്യമുണ്ടല്ലോ. ഇവരുടെയൊക്കെ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തുള്ളിച്ചാടുന്നത്. ദേഹത്തിന്റെ ഉള്ളില് ഉറുമ്പ് പെട്ട് കഴിഞ്ഞാൽ, കുറച്ച് ഉറുമ്പുകൾ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ കിടന്ന് ചെള്ളിച്ചെമ്മി പടയുന്ന പോലെ ഇവര് കിടന്ന് ഡാൻസ് കളിക്കുന്നത്. ഇതിനൊക്കെയുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ തൂമ്പ പിടിക്കാനുള്ള ആരോഗ്യം രേണുസുതിക്ക് ഉണ്ട് ട്ടോ. വെറുതെ ഞങ്ങളെ പൊട്ടന്മാരാക്കല്ലേ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ജീവിച്ച് കാശ് കണ്ട് നിങ്ങൾക്ക് അതിന് പരിശീലിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും സാധാരണ ഒരു ആളുടെ വൈഫ് അയാൾ മരിച്ചു പോയിട്ടാണെങ്കിൽ അവര് തൊഴിലുറപ്പിനൊക്കെ പോവും. നിങ്ങൾ എന്തുകൊണ്ടാണ് പോവാത്തതെന്നറിയോ? അയാൾ ഒരു സെലിബ്രിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അയാൾ ഉള്ള സമയത്തും നിങ്ങളും അയാളും കൂടി ഒരുപാട് പേരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി. എന്നിട്ട് ഇരുന്ന് തിന്നു. അപ്പൊ നിങ്ങൾക്ക് പുറത്തേക്ക് തൊഴിലുറപ്പിന് പോകാൻ ഇഷ്ടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ കലാകാരന്റെ മരിച്ച സിമ്പതിയിലും നിങ്ങൾക്ക് ഇതേപോലെ ഇരുന്ന് കുറേ ഇരുന്ന് തിന്നാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട് വെക്കാനും എല്ലാം കിട്ടി. സാധാരണ ഒരു സ്ത്രീക്ക് ഇതൊന്നും കഴിയില്ല. അപ്പൊ അവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭർത്താവ് മരിച്ച സ്ത്രീ പുറത്തേക്ക് ഇറങ്ങേണ്ടതായിട്ട് തന്നെ വരും. അപ്പൊ അതിന് മാത്രം സമ്പാദിച്ച ഭർത്താവ് അല്ല എങ്കിൽ പുറത്തു പോയി ജോലി എടുക്കേണ്ടതായിട്ട് വരും. വരുമ്പോൾ തൊഴിലുറപ്പിനൊക്കെ ഇറങ്ങേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് എന്ത് ആരോഗ്യക്കുറവുള്ളത് സ്ത്രീയെ? നിങ്ങൾക്ക് എന്ത് ആരോഗ്യക്കുറവുള്ളത്? നിങ്ങളെ കണ്ടിട്ട് ഒരു കുഴപ്പമുള്ളതായി തോന്നുന്നില്ല. നിങ്ങൾ ഇത്തിരി ഉയരം കുറഞ്ഞിട്ടുണ്ട്, ഇത്തിരി വണ്ണം കുറഞ്ഞതാണ്. ഇതല്ലേ ഉള്ളൂ. അതിൻ്റെതായ ആരോഗ്യം നിങ്ങൾക്കുണ്ട്. തൊഴിലുറപ്പിന് പോകാൻ വേണ്ടി എന്റെ ഒരു ഹെൽത്ത് വെച്ചിട്ട് എനിക്ക് തൊഴിലുറപ്പിനൊന്നും പോകാൻ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പണി ചെയ്ത് കുടുംബമൊക്കെ നോക്കുന്നു. പിന്നെ കുറ്റം പറയുന്നതിന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് എന്നെ വെച്ചിട്ട് അവർ കാശുണ്ടാക്കുന്നതല്ലേ. റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം എന്നെ വെച്ചിട്ട് പറഞ്ഞ് നെഗറ്റീവും എന്നെ ഇട്ട് വാരി ഇറക്കി കഴിഞ്ഞാൽ ഇപ്പൊ മുഴുവനും അതാവും. മുക്കിലും മൂലയിലും അല്ല രേണുസുതിയുടെ നെഗറ്റീവ് കണ്ടന്റ് ഇങ്ങനെ പൊങ്ങി ഓരോരുത്തർ അതാണ് ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാനെന്തിനാ അവർക്കൊരു വ്യൂസ് കൊടുക്കുന്നത്? സോ മുക്കിന് മൂലയിൽ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നവരോട് ഞാൻ എന്ത് പറയാനാണ്? അവരെന്നെ വെച്ചിട്ട് കാശുണ്ടാക്കുന്നു, അവര് എന്താ പറയാ ആഹാരം കഴിക്കുന്നു. സന്തോഷം. നാണമുണ്ടോ സ്ത്രീയെ? മുക്കിലും മൂലയിലുമുള്ള ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ തന്നെയാണ് ഇപ്പൊ ഈ രേണുസുതി ആഹാരം കഴിക്കാൻ വേണ്ടി പ്രാപ്തയാക്കിയത്. കേട്ടല്ലോ, ഇന്ന് സ്റ്റാർ ആയി നിൽക്കുന്നത് ഈ റിയാക്ഷൻ വീഡിയോക്കാരി കാരനാണ്. ഇല്ലെങ്കിൽ എവിടെ എത്തിപ്പെടേണ്ട ആളാണ്. ഈ പറയുന്ന തൊഴിലുറപ്പിനോ പറമ്പ് കളിക്കാനോ ഒക്കെ പോകേണ്ട ആള് തന്നെയാണ്. അതൊന്നും ചീത്ത ജോലി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ രേണുസുതിയുടെ അഭിപ്രായത്തിൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതിനൊക്കെ പോകേണ്ട ഒരാൾ തന്നെയായിരുന്നു. പക്ഷെ ഇവരൊക്കെ കാരണം ഇത്രയും സ്റ്റാർ ആയി നിങ്ങൾ അന്നം കഴിച്ച് നിങ്ങൾ ഇത്രയും നന്നായി ജീവിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ ഇതിനെ തിരിച്ച് അവരെ കുറ്റം പറയുന്നേ? നിങ്ങൾ എടുത്തിട്ട് വെക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവരെടുത്തിട്ട് അലക്കുന്നു, അത്രയേ ഉള്ളൂ.